ഹായ്, SKK സൽമാൻ ടച്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ കുട്ട കഴിഞ്ഞിട്ട് ഈ സ്ഥലത്തിൻ്റെ പേരെന്താ? ആനച്ചിക്കോർ. ഒരുപാട് മൃഗങ്ങളെ കാണാൻ പറ്റുന്ന ഒരു ഫോറസ്റ്റാണിത്. ഫോറസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു 10 ആനേൻ്റെ മുകളിൽ കണ്ടു കഴിഞ്ഞു. തോണിക്കുപ്പ എന്ന് പറയുന്ന റൂട്ടാണ് മൈസൂർ റോഡ്. തോണിക്കുപ്പ ടു മൈസൂർ റോഡ്. പക്ഷെ അടിപൊളി കാടാണ്, രാത്രി സഞ്ചരിക്കാൻ പറ്റുന്നത്. പക്ഷെ ഒരു ആനയുടെ ശല്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശല്യമല്ല, ആനകൾ കംപ്ലീറ്റും നട റോഡിൽ നിൽക്കും, അത്രമാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ അവിടെ നിന്ന് പെട്ടെന്ന് അത് കണ്ടപ്പോൾ വേഗം വീഡിയോ എടുത്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടാവും ഇത് വഴി റൂട്ടിലേക്ക് വരികയാണെങ്കിൽ. ആന പെട്ടെന്നൊന്നും നമ്മളെ സൈഡിൽ നിന്നാലും കൂടി മനസ്സിലാവില്ല, അത്രയും വലിയ കാടാണ്. ഞങ്ങൾ മൈസൂർ പോകാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഈ റൂട്ട് കൂടിയാണല്ലോ, വാനന്തവാടി, കാട്ടിക്കുളം, വാനന്തവാടി ആ റോഡിലേക്ക് കയറി കുട്ടേൻ്റെ ആ റോഡ് കൂടി കംപ്ലീറ്റ് വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ നിങ്ങൾ മറക്കാതിരിക്കേണ്ടത് സബ്സ്ക്രൈബ് ചെയ്യും ചാനൽ. മാക്സിമം സപ്പോർട്ട് ചെയ്താൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ആനകളൊക്കെ ഉണ്ട്, ഇതിനുള്ളിലൊക്കെ ഉണ്ടാവും. ലൈറ്റ് അടിക്കാത്ത കാരണം കൊണ്ടേ ആനയൊന്നും മനസ്സിലാവില്ല. പക്ഷെ ആനകൾ ഇഷ്ടംപോലെയുള്ള ഏരിയ. ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങിയപ്പോൾ ആനയെ കാണുന്നില്ല. ആന, കടുവ, സിംഹം മറ്റേ ഒത്തിരി മൃഗങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഒറ്റ കാടാണ്. അടിപൊളി കാടെന്ന് പറഞ്ഞാൽ അടിപൊളി കാട്. എന്നെ കൊണ്ടുവിടാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുന്നതാണ്. എനിക്ക് ബസ് കിട്ടുന്ന ഒരു സ്ഥലമുണ്ട്, ആ സ്ഥലത്തിലേക്ക് കൊണ്ടുപോയി. ഇത്രയും വൃത്തിയുള്ള, ഇത്രയും ഇങ്ങനെ ഒരു ഏരിയ, ബെസ്റ്റ് ഏരിയ നമ്മൾ കാണേണ്ടതാ. ഇഷ്ടംപോലെ എലിഫന്റ്. പക്ഷെ ഓരോ 50 മീറ്ററിന് മുമ്പ് ഓരോ അമ്പുകളുണ്ട്. കാരണം കാട്ടുന്ന മൃഗങ്ങൾ അങ്ങോട്ട് ഇങ്ങോട്ട് ചാടുവോ ഇല്ലയോ ഒന്നും പറയാൻ പറ്റില്ല, ചാടും. എന്തായാലും ഒരു ആനേനെ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഞാൻ അവിടെ നിന്ന് പെട്ടെന്ന് നോക്കിയപ്പോൾ വേഗം എടുത്ത് വീഡിയോ ഓണാക്കി ചെയ്താൽ. കേരളത്തിലെ ഏറ്റവും വലിയ കാടെന്ന് പറഞ്ഞാൽ പറയാൻ പറ്റില്ല. വെച്ചാൽ പത്തനംതിട്ടയിലുള്ള കാട് പോലെയല്ല, എന്നാലും കാടാണ്. അല്ല, കേരളത്തിലെ കാണുന്നത് കർണാടക അല്ലേ? കർണാടക. ഒരു ആന കാണുന്നില്ലല്ലോ. ഇത്രയും ആന കണ്ടിട്ട്. എവിടെ? പെരിയപട്ടണ റോഡ്. ആനകൾ ഇഷ്ടം പോലെ ഉണ്ടാവും അല്ലേ? ആ റോഡിലേക്ക് നമുക്ക് ഒരു ദിവസം പോകണം. പക്ഷെ ഇവിടുത്തെ ആന വലിയ ശല്യമില്ല അല്ലേ? അത് അതിന്റെ പാട്ടിക്ക് നിൽക്കും, നമ്മൾ നമ്മളെ പാട്ടിക്ക് പോയാൽ മതി, അത്രയേ ഉള്ളൂ. ബൈക്കാണെങ്കിൽ ബൈക്കും പോകൂലേ, വിഷയമല്ല. ഈ വരുന്നതൊക്കെ ബൈക്കല്ലേ? ഓക്കെ. ബൈക്കിലുള്ള ആൾക്കാർക്ക് അത്ര ബേജാറില്ല, പക്ഷെ കാറിലുള്ള ആൾക്കാർക്ക് നല്ല ബേജാറാണ് അല്ലേ? ഈ റോഡിൽ വരുന്ന ആൾക്കാർക്ക് അറിയാം. അതെ അതെ അതെ. അതെന്താ ഇപ്പൊ ആനയെ കാണാനില്ല? ആ സൈഡ് അല്ലേ? അതല്ലേ ഈ മരയിടുന്നത് അല്ലേ? ആ ആ ആ മരങ്ങളുടെ പീസുകൾ ഇട്ട് വെച്ചിട്ട് റോഡ് സൈഡ് വണ്ടികൾ നിൽക്കരുതെന്ന് പറഞ്ഞിട്ട്. ആ, കാടിന് നിർദ്ദേശം.
ഇവിടെയൊക്കെ വണ്ടി നിർത്തി കഴിഞ്ഞാൽ പണി വാളുന്നുള്ള ഉറപ്പാണ്. ഇതൊരു ചെക്ക് പോസ്റ്റാണ്, ഈ കാണുന്നത് ചെക്ക് പോസ്റ്റാണ്. ആ ഇവിടെ നിന്നാണ് മെയിൻ കാർഡ് തുടങ്ങുന്നത്. ആ കഴിഞ്ഞു, മെയിൻ കാർഡ് കഴിഞ്ഞു. ആന എൻ്റെ അടുത്ത് നിന്നിട്ട് ഞാൻ കാണിച്ചു തരാൻ പറ്റാമത്തേ പോയി.